അപ്പൊ നമ്മൾ തിരുവനന്തപുരം മറന്നൊരു കളി ഇല്ല. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്ന കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിന്നിട്ടുണ്ട്. കാര്യം ഞാനൊന്നും ഇത്രയും ഒന്നും ആഘോഷത്തിലോട്ട് വന്നിട്ടില്ല. കാര്യം നമ്മൾ ചെറിയ ഗ്രാമത്തിലാണെങ്കിലും ഇവർ ആഘോഷിക്കുന്ന പോലെ ഇതെന്നല്ല എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് എന്താണ് കാര്യം പറയാമോ? ഇവിടെ ആരാ കിടക്കുന്നത്? പത്മനാഭനാണ്. പത്മനാഭസ്വാമിയുടെ ആ ഫുൾ എന്താ പറയാ പ്രൗഢിയോടെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാർ ഇത് പറയുന്നത്. അനന്തപുരം. ഇവിടെ വന്നതിന് ശേഷം ഈ സിറ്റിയിൽ നമ്മൾ താമസമായതിനു ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ കണ്ടാകെ ഇങ്ങനെ ഇത്രയും അങ്ങ് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നത് ഈ ഒരു പ്രദേശത്തുള്ള തിരുവനന്തപുരം. പിന്നെ നോക്കിയിട്ട് വേറെ ഒന്ന് നോക്കണം, എല്ലാ കടകളിലും, അതായത് തുണിക്കടകളിൽ കണ്ടാൽ തോന്നുന്നു ഇത്രയും കാലം ഒരു വസ്ത്രം വാങ്ങിക്കാതെ നടക്കുകയായിരുന്നു. എല്ലാവരും ഹൗസ്ഫുൾ എന്ന് പറയാം. വഴിയോര കച്ചവടക്കാർക്ക് പോലും ഭയങ്കര രക്ഷയില്ല. അങ്ങനെയാണ് ഓണം. ഇവിടുത്തെ ഓണം, തിരുവനന്തപുരത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ജില്ലക്കാർ ഇത് കേൾക്കുമ്പോൾ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും തിരുവനന്തപുരം വന്ന് നോക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഉത്രാട നാളുകളിലുള്ള ആ ഒരു ചാലയ്ക്കകത്തുള്ളതും അതുപോലെ ഈ സ്പോട്ടിലൊക്കെ ഉള്ള ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ എനിക്ക് ആരും ഇരിക്കില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങി സന്തോഷിക്കുന്ന ഒരു കാലമാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത്. തിരുവനന്തപുരത്തുകാരെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പോൾ ഞങ്ങളൊന്ന് ഷെയർ ചെയ്തത്. അതൊന്ന് ക്ഷമിക്കുക. അതെ, സ്വന്തം ആൾക്കാരെന്നുള്ള നിലവിലുള്ളത്.